നമസ്തേ. ഇന്നലെ ഞാൻ ചാതുർവർണ്ണ്യ സൃഷ്ടിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും പലരും കമൻറ്റുകൾ ഇടുകയുണ്ടായി. ആ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, വിട്ടുകളഞ്ഞതാണ്. അത് വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടി വിട്ടുകളഞ്ഞതാണ്. ആ കാര്യങ്ങളും പിന്നെ എതിർത്തുകൊണ്ട് വന്ന കമൻറ്റുകൾക്കുള്ള മറുപടിയും പറയാനാണ് ഈ വീഡിയോ. എതിരഭിപ്രായക്കാർ പ്രധാനമായിട്ടും ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണവും ജാതിയും ഒന്നാണ് എന്നാണ് അവരുടെ തെറ്റിദ്ധാരണ. ഇത് വ്യാപകമായിട്ടുണ്ട് ഈ തെറ്റിദ്ധാരണ. വർണ്ണവും ജാതിയും ഒന്നല്ല. എങ്ങനെ ഇങ്ങനൊരു ഒരു ആശയം അവർക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെ നിന്ന് കിട്ടി? കുറേ ആൾക്കാർ ഇത് വർണ്ണമെന്ന് പറഞ്ഞാൽ ജാതി തന്നെയാണ് എന്ന് പറഞ്ഞങ്ങ് നടക്കുകയാണ്. അത് നേരത്തെ പല യുക്തിവാദികളും അവർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ചർച്ചയിൽ തന്നെ ഭഗവത്ഗീത ജാതിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് ടോപ്പിക്കിൽ ഒരു ചർച്ച പണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ യുക്തിവാദികളുടെ വാദം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ആശ്രയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർണ്ണം എന്ന് പറയുന്നത് ജാതി തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്, വർണ്ണം ജാതിയാണെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ട്. അവർ തെറ്റിദ്ധരിക്കാൻ ഉള്ള ഒരു കാരണം, വർണ്ണത്തിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരുന്നത് കാസ്റ്റ് എന്നാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ജാതിക്കും അത് തന്നെയാണ് കൊടുക്കുന്നത്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതിയാണോ വർണ്ണമാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഈ സ്ക്രിപ്റ്റേഴ്സ് ഗീതയെ ഇംഗ്ലീഷിൽ കൂടി പരിചയപ്പെടാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും. അവർക്ക് ആ തെറ്റിദ്ധാരണയെ ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഈ പരിഭാഷക്കാരൻ ചെയ്യുന്ന പാതകമാണത്. വർണ്ണം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉചിതമായിട്ടുള്ള ഒരു വാക്കില്ല. അതിന് വർണ്ണം എന്ന് തന്നെ എഴുതിയാൽ മതി, വർണ്ണ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ആളുകൾക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ പല വാക്കുകളും ഉണ്ട്. ഇപ്പോൾ സത്യം എന്ന് പറയുന്ന ട്രൂത്ത് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷക്കാർ പരിഭാഷപ്പെടുത്തുന്നത്. പക്ഷേ ട്രൂത്ത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഉപനിഷത്തുകളിലോ അല്ലെങ്കിൽ ഗീതയിലോ ഒക്കെ പറയുന്ന ആത്മീയ തത്വങ്ങളുടെ സാങ്കേതിക അർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത് അതല്ല, ട്രൂത്ത് അല്ല. സത്യത്തെ നിർവചിച്ചിട്ടുണ്ട്. 2 ഉപനിഷത്തുകൾ അത് എന്താണ് സത്യം എന്താണെന്ന് നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രഹ്മം സത്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സാങ്കേതിക അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഒരു എളുപ്പം കണ്ടുപിടിക്കാവുന്ന ഒരു വാക്ക്, ഒരു സമാന പദം ഇംഗ്ലീഷിലിട്ട് അതങ്ങ് തർജ്ജമ ചെയ്യുകയാണ്. ഇതാണ് ഈ വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നത്. അപ്പം വർണ്ണം ജാതിയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ സൂചന നൽകുന്ന ഒരു പരാമർശവുമില്ല ഈ തർജ്ജമയല്ലാതെ. കാസ്റ്റ് എന്ന് തർജ്ജമ ചെയ്യുന്ന ജാതിയെയും വർണ്ണത്തെയും. ഇതാണ് അവരെ വലിയ തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചിട്ടുള്ളത്. പല കാരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കും. ഒന്ന്, ജാതി എന്ന് പറയുന്നത് അനേകായിരമാണ് ജാതി. ഇന്ത്യയിലാണ് ജാതി ഉള്ളത്. ഹിന്ദു മതത്തിൽ മാത്രമേ ജാതി ഉള്ളതായിട്ട് ആളുകൾ കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ജാതി ഉള്ളൂ. ഇപ്പോൾ ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യകുലത്തിന് മൊത്തം ബാധകമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അത് ഹിന്ദുക്കൾക്കൊന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് ഒരെണ്ണമല്ല. ജാതി ഭാരതത്തിൽ ഉണ്ടായതാണ്. വർണ്ണം എന്ന് പറയുന്നത് ജാതിയും വർണ്ണവും തമ്മിൽ ഉള്ള ബന്ധം സൂചിപ്പിക്കുന്ന ഒരു പരാമർശവും ഈ ഭാരതീയ തത്വചിന്താ ഗ്രന്ഥങ്ങളിലെങ്ങുമില്ല. അതുപോലെ തന്നെ ഇന്ന ജാതികളിൽപ്പെട്ടവർ ഇന്ന വർണ്ണത്തിൽപ്പെടുന്നു എന്നൊന്നും ഒരു പ്രമാണത്തിലും പറയുന്നില്ല. ഉണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ കാണിക്കുക. ആരെങ്കിലും എഴുതിയ കൊണ്ടുവന്ന് കാണിക്കരുത്. അതുപോലെ തന്നെ ഒരു പ്രമാണ ഗ്രന്ഥമായിട്ട് മഹാഭാരതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രാമായണത്തിലും. അത് പ്രാഥമികമായിട്ട് അവർ മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു. മഹാഭാരതവും രാമായണവും ഒക്കെ ഈ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അവ സാഹിത്യകൃതികളാണ്. സാഹിത്യകൃതികളാകുമ്പോൾ അത് എഴുതുന്ന ആളുകൾക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമെടുത്ത് അത് തത്വങ്ങളും പറയാം,
പിന്നെ ഒരു സാഹിത്യകൃതിയാകുമ്പം അത് എഴുതുന്ന കാലത്തോ അതിന് മുൻപിലുള്ള കാലത്തോ നിലനിന്നിരുന്ന സാമൂഹ്യ ആചാരങ്ങളും സാമൂഹ്യ വ്യവസ്ഥകളും ഒക്കെ അതിൽ പരാമർശിക്കപ്പെടും. അത് ആ ഗ്രന്ഥകാരൻ്റെ അഭിപ്രായമാണെന്നോ അല്ലെങ്കിൽ അത് തത്വമാണെന്നോ ഹിന്ദുമതത്തിലെ തത്വങ്ങളാണെന്നോ തെറ്റിദ്ധരിക്കരുത്. അത് അങ്ങനെയല്ല, അങ്ങനെ വിശ്വസിക്കാൻ തക്ക കാരണങ്ങളില്ല. ഇതെല്ലാം തെറ്റിദ്ധാരണകളും പിന്നെ ഒരു ഒരു ദുഷ്ടബുദ്ധിയും കൊണ്ട്, അതായത് അവർ അധിക്ഷേപിക്കണമെന്നുള്ള ആ ത്വര കൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്നത്. അതങ്ങ് മാറ്റിവെച്ച് സത്യം അറിയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആലോചിക്കണം, കുറച്ചുകൂടെ ചിന്തിക്കണം. വെറുതെ കേട്ട പാടെ കേൾക്കാത്ത പാടെ വിശ്വസിക്കരുത്. കിട്ടിപ്പോയി എന്നും പറഞ്ഞ് ഒരു ഒരു വടി കിട്ടിപ്പോയി എന്നും പറഞ്ഞ് അടിക്കാനായിട്ട് ഇറങ്ങരുത്, വടി ഒടിഞ്ഞു പോകും. അപ്പോൾ ഇത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആലോചിച്ച് മനസ്സിലാക്കണം. കേൾക്കുന്നതല്ല നമ്മൾ ഗ്രഹിക്കേണ്ടത്. അതിനകത്തൊരു പ്രോസസ്സ് നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കണം. അതില്ലാതെ വരുന്നതാണ് ഈ കുഴപ്പം. പിന്നെ അതുപോലെ ഉപനിഷത്തുകളിലെങ്ങും ഈ ജാതിയെക്കുറിച്ച് പറയുന്നതില്ല. വർണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വർണ്ണത്തെക്കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട്, പക്ഷേ ജാതിയെക്കുറിച്ച് പറയുന്നില്ല. അതാണ് ഒരു കാര്യം. പക്ഷേ വർണ്ണം 4 ഉള്ളൂ. അത് ഈശ്വരൻ സൃഷ്ടിച്ചതാണെന്ന് ഭഗവത്ഗീത പറയുന്നു, ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നു. അതുപോലെ തന്നെ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തവും പറയുന്നുണ്ട്. ദൈവസൃഷ്ടിയാണ് വർണ്ണമെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ദൈവം സൃഷ്ടിച്ചതായിട്ട് എവിടെയെങ്കിലും, ജാതിയെ ദൈവം സൃഷ്ടിച്ചതായിട്ട് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ജാതി എന്നൊരു വാക്ക് അവിടെ എവിടെയെങ്കിലും ഈ സൃഷ്ടിയിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? വർണ്ണം ദൈവം സൃഷ്ടിച്ചാണെന്ന് പറയുന്നുണ്ട്. 3 ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ജാതി ദൈവം സൃഷ്ടിച്ചാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായതാണെന്നോ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രമാണമുണ്ടോ? വെറുതെ ഈ കഥാപുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരരുത്. കഥാപുസ്തകങ്ങളെ ആശ്രയിക്കുകയല്ല, നമ്മൾ തത്വവിചാരം ചെയ്യുമ്പം തത്വഗ്രന്ഥങ്ങൾ ആശ്രയിക്കണം. പിന്നെ ഗീതയിൽ നോക്കണം, ജാതിയും വർണ്ണവും പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഒന്നാമത് ജാതി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അർജുനൻ മാത്രമേ ഉള്ളൂ. അയാളുടെ സങ്കടം, അയാൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു. അയാളെ അപ്പോൾ ഒരു മൗഢ്യം ബാധിച്ചിരിക്കുകയായിരുന്നു. ആ മൗഢ്യത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് അയാൾക്ക് യുദ്ധം ചെയ്യാൻ പോലും പറ്റുന്നില്ല, യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഗുരുവിൻ്റെയും പിതാമഹൻ്റെയൊക്കെ നേർക്ക് അമ്പ് തീർക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അത് വന്ന് നിൽക്കുന്ന 18 അക്ഷൗഹിണി പടയാണ് അപ്പുറവും ഇപ്പുറമായിട്ട്. 11 എതിരായിട്ട് നിൽക്കുകയാണ്. ബന്ധുക്കളുണ്ട് അപ്പുറവും ഇപ്പുറമൊക്കെ. പക്ഷേ യുദ്ധക്കളത്തിൽ എന്ത് ബന്ധുത്വം? ആ ബോധം, ആ കർമ്മബോധം അപ്പോഴ് അർജുനനെ വിട്ടുകളഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മൂഢമായ മനസ്സിലുള്ള വരുന്ന വിചാരങ്ങളാണ് അയാൾ അവിടെ കൃഷ്ണൻ്റെ അടുക്ക പ്രകടിപ്പിക്കുന്നത്. അതിലൊന്നാണ് ജാതിധർമ്മം നശിക്കും എന്ന് പറയുന്നത്. എങ്ങനെ നശിക്കും? വർണ്ണസങ്കരകാരകമായിട്ടുള്ള വർണ്ണസങ്കരത്തെ ഉണ്ടാക്കുന്ന വിവിധ ദോഷങ്ങളെ കൊണ്ട് ജാതിധർമ്മവും നശിക്കും. ഇതാണ് അയാൾ പറയുന്നത്. വർണ്ണ സങ്കരം ഉണ്ടാക്കുന്ന ദോഷങ്ങളാണ് ഈ ബന്ധുക്കളെ കൊല്ലുക അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ കുലസ്ത്രീകൾ നശിക്കും, അപ്പം വർണ്ണസങ്കരം ഉണ്ടാകും. അങ്ങനെ വർണ്ണസങ്കരത്തിന് കാരണമാകുന്ന ദോഷങ്ങൾ കൊണ്ട് ജാതിധർമ്മവും നശിക്കും. അപ്പം ജാതിയും വർണ്ണവും വ്യത്യസ്തമായതുകൊണ്ടല്ലേ അയാൾ അങ്ങനെ തന്നെ പറയുന്നത്. അയാൾക്ക് തന്നെ നല്ല ധാരണയുണ്ട് ജാതിയും വർണ്ണവും വ്യത്യസ്തമാണെന്നുള്ളത്. പക്ഷേ നമ്മുടെ പുരോഗമനക്കാരും അന്ധവിമർശകരും അത് സമ്മതിക്കത്തില്ല. അവർ പറഞ്ഞു, ജാതി പറഞ്ഞിട്ടുണ്ട്, വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാതി അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ രീതിയിൽ ഇന്ത്യ എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. എനിക്ക് അവരോട് സഹതാപമാണ്. കാള പറ്റുന്ന വെക്കം കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ കേട്ടോട്ട്, നമ്മുടെ നാട്ടിലെ ഒരു ചൊല്ലല്ലേ, അത് കൃത്യമായിട്ട് അതാണ് ഇവർ പാലിക്കുന്നത്. ആരോ ഒരാൾ ഇംഗ്ലീഷിൽ വർണ്ണത്തിന് പ്രത്യേകം വാക്കില്ല, അപ്പോൾ അയാൾ കാസ്റ്റ് എന്ന് തന്നെ കൊടുത്തു. ജാതിക്കും കാസ്റ്റ് എന്ന് തന്നെ. ഇപ്പം ഇത് ഉപനിഷത്തുകളൊക്കെ തർജ്ജമ ചെയ്യുമ്പോൾ പിന്നെ വർണ്ണത്തിൻ്റെ കാര്യമേ വരുന്നില്ല. അപ്പം കാസ്റ്റ് എന്നും പറഞ്ഞിട്ട് പോകും. പിന്നെ ഗീതയിലാണെങ്കിൽ പിന്നെ അർജുനൻ പറയുന്ന ഒഴിച്ച് ബാക്കി എങ്ങും ഈ ജാതി എന്നുള്ള വാക്ക് വരുന്നില്ല. അപ്പം കാസ്റ്റ് വർണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കാസ്റ്റ്. ഒരു പാദവും കൂടെ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു സങ്കരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കർമ്മം ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ആത്മീയ തത്വങ്ങൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. കർമ്മം ചെയ്യാതെ ഒരുത്തരും ജീവിക്കാൻ പറ്റത്തില്ല. വെറുതെ വായി നോക്കിയിരുന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളതൊക്കെ ആരുടെയെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന എല്ലായിടത്ത് കവർന്ന് ഉപയോഗിക്കാൻ പാടില്ല. അവനവൻ എന്തെങ്കിലും ചെയ്തിട്ട് വേണം
നമുക്ക് ആവശ്യമുള്ള സംഗതികളുണ്ട്, ആവശ്യമുള്ളത് എടുക്കാവൂ. ഇതൊക്കെയാണ് ഈശാവാസ്യ ഉപനിഷത്തും ഗീതയും പറയുന്നത്. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മണി ഏവ അധികാരസ്ഥ, നീ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്തിട്ടേ നീ ഇരിക്കുള്ളൂ. എന്നിട്ട് കർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ലെന്ന് അർജുനനെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി, ബോധ്യപ്പെടുത്താൻ വേണ്ടി കൃഷ്ണൻ പറയാണ്, എനിക്കിവിടെ നേടാനൊന്നുമില്ല, നേടേണ്ടതൊക്കെ ഞാൻ നേടിക്കഴിഞ്ഞു, എന്നിട്ടും ഞാൻ കർമ്മം ചെയ്യുന്നു. ഞാൻ കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ എന്ന് വരും, ഈ ആളുകളൊക്കെ മടിയന്മാരായിത്തീരും. ഇവിടെ മടിയന്മാരായിത്തീരാൻ എന്താ, ആകെ ഇവിടെ സങ്കരമുണ്ടാകും. സങ്കരം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകും, ഇവിടെ ഒരു വ്യവസ്ഥയില്ലാതാകും. ഇതാണ് കൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സങ്കരം എന്ന് കണ്ടപ്പോഴത്തേക്ക് പഴയ വർണ്ണസങ്കരം അർജുനൻ പറഞ്ഞില്ലേ, അപ്പോൾ വർണ്ണത്തിൻ്റെ സങ്കരമാണെന്ന് ഇവരങ്ങ് അനുമാനിച്ചു. വർണ്ണസങ്കരം എന്ന് പറയുന്നത് വർണ്ണസങ്കരം എന്ന് തന്നെ പ്രത്യേകം പറയണം. ജാതി സങ്കരം, ജാതിയുടെ സങ്കരമാണെന്ന് പ്രത്യേകം പറയണം. ജാതി എന്നുള്ള വാക്ക് ചേർക്കണം. അല്ലാതെ സങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വർണ്ണസങ്കരമാണെന്നുള്ള അല്ലെങ്കിൽ ജാതി സങ്കരമാണെന്നുള്ള ഒരു അർത്ഥമേ ഇല്ല. ഇല്ലാത്ത അർത്ഥം എടുക്കരുത്. ഇല്ലാത്ത അർത്ഥം അങ്ങോട്ട് ആരോപിച്ചെടുത്തിട്ട് അതിൻ്റെ പേരിൽ വിമർശനം ഉന്നയിക്കരുത്. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു നിലപാടാണ് അങ്ങനെ എടുത്താൽ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മൂഢതയാണത്. പിന്നെ അടുത്തത്, പിന്നെ ജാതിയെയും വർണ്ണത്തെയും ബന്ധിപ്പിക്കുന്ന, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജാതിയുടെ സൃഷ്ടിയെപ്പറ്റി എങ്ങും പറയുന്നതുമില്ല. പിന്നെ വർണ്ണം പരമ്പരാഗതമാണെന്നാണ് ഒരു മറുപടിയിൽ ഈ മാന്യദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ചാന്തോക്യോപനിഷത്താണ്. ചാന്തോക്യോപനിഷത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് പരമ്പരാഗതമല്ല എന്നുള്ളത്. അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഉദ്ധാലകാരുണ്യം 6:1 ഉദ്ധാലകാരുണി അദ്ദേഹത്തിൻ്റെ മകൻ ശ്വേതകേതുവിനെ ോട് പറയുകയാണ്. അവന് 12 വയസ്സായവൻ പറയുന്നുണ്ട്, ശ്വേതകേതു നീ ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, നീ എവിടെയെങ്കിലും പോയി വേദം അഭ്യസിക്കണം. വേദം അഭ്യസിച്ചില്ലെങ്കിൽ നീ വെറുമൊരു ബ്രഹ്മബന്ധുവായി മാറും. ബ്രഹ്മബന്ധു, കാരണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെ ബന്ധു, അല്ല ബ്രാഹ്മണനാകത്തില്ല എന്നാണ് അതിനകത്ത് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഇത് ബ്രഹ്മബന്ധുവായി തീരുമെന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഉപദേശമാണത്. അപ്പം അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് അത് ബ്രാഹ്മണൻ്റെ മക്കളെല്ലാം ബ്രാഹ്മണൻ, എവിടെയെങ്കിലും അങ്ങനെ ബ്രാഹ്മണൻ ഈ മനുസ്മൃതി പോലും പറയുന്നില്ല. പഠിപ്പില്ലാത്തവൻ ബ്രാഹ്മണനെ അല്ല എന്നാണ് പറയുന്നത്. പഠിപ്പില്ലാത്തവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തടി കൊണ്ടുണ്ടാക്കിയ ആനയെപ്പോലാണ്, തുകൽ കൊണ്ടുണ്ടാക്കിയ പക്ഷിയെപ്പോലാണ്, ഷണ്ണനാണ്. മനുഷ്യൻ ആൺ രൂപം നടക്കുന്നത് ഷണ്ണനാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പം അതാണ് മനുസ്മൃതി പോലും പറയുന്നത്. ഏറ്റവും ബ്രാഹ്മണർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് ആരോപിച്ച് ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഒരു ഗ്രന്ഥമായി കണ്ട് കത്തിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ഈ കൂട്ടർ മനുസ്മൃതി പറയുന്ന ആ കാര്യം കൂടെ കാണണം. മനുസ്മൃതി പറയുന്നുണ്ട്, അത് 2-ാം അധ്യായത്തിലാണ് പറയുന്നുണ്ട്, ഈ പഠിപ്പില്ലാത്തവൻ ബ്രാഹ്മണനല്ല, അവൻ പഠിക്കണം. ഇത് തന്നെയാണ്. അപ്പം അതായത് അച്ഛൻ ബ്രാഹ്മണനാണെങ്കിൽ മകൻ ബ്രാഹ്മണനാകുന്നില്ല, കഴിവുണ്ടായാലും ആകത്തില്ല. ഇതാണ് നമുക്ക് ലഭിക്കുന്ന പാഠം. പിന്നെ പരമ്പരാഗതമാണെന്ന് ഇവർ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു ഉണ്ടെങ്കിൽ വർണ്ണസങ്കരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ സങ്കരം എന്ന് കഴിഞ്ഞാൽ ഉടനെ വർണ്ണസങ്കരം എന്ന് അവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓട്ടമാണ്, കിട്ടിപ്പോയി വടി കിട്ടിപ്പോയി. ഇമാതിരി ഈ ഒരു കഴമ്പില്ലാത്ത, അതായത് അധിക്ഷേപത്വരയോടുകൂടി വ്യഗ്രതയോടുകൂടി ഇങ്ങനെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. കള്ളത്തരങ്ങൾ മാത്രം കണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. കള്ളത്തരങ്ങൾ ആവർത്തിച്ച് ചില ഗീബൽസിൻ്റെ സന്തതികളാണ് ഇവരെന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരേ കള്ളം തന്നെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സത്യമായി തീരുമെന്നുള്ള അയാളുടെ സിദ്ധാന്തം. അതുതന്നെയാണ് ഇവിടെ ഈ വിമർശകർ ഉന്നയിക്കുന്നത്, വിമർശകർ അനുവർത്തിച്ചു പോരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ജാതി എന്ന് പറഞ്ഞാൽ അല്ലെ വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി തന്നെയാണ് എന്നങ്ങ് പറഞ്ഞേക്കുകയാണ്. അതിനുള്ള പ്രമാണം പറയൂ, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് കാണിച്ചു തരണം. അത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ സമ്മതിക്കാം, ഓക്കെ, അതിനുള്ള ഒരു പ്രമാണമുണ്ട്. അതിന് വരാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി എന്ന് പറഞ്ഞാൽ ഇവിടെ സാമൂഹികമായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളതാണ്.
ഒരു പാരലായിട്ടുണ്ടായ ഒരു സാമൂഹിക പ്രതിഭാസമുണ്ട്, സാമൂഹിക വ്യവസ്ഥയാണ്. അത് ആത്മീയ ചിന്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മീയ ചിന്തകളിൽ എവിടെയും ജാതി പരാമർശിക്കപ്പെടുന്നില്ല. ജാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമല്ല. അത് മനസ്സിലാക്കണം. ഹിന്ദുമതം അങ്ങനെ ഒരു കാര്യം ഉപദേശിക്കുന്നില്ല, ഒരു വിവേചനവും ഉപദേശിക്കുന്നില്ല, ഒരു വിവേചനം ആചരിക്കണമെന്ന് പറയുന്നതുമില്ല, ആ തരത്തിൽ ഒരു ആഹ്വാനം ചെയ്യുന്നില്ല, ഉച്ചനീചത്വം ആഹ്വാനം ചെയ്യുന്നില്ല. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ രൂപവ്യത്യാസങ്ങൾ ഉണ്ടായാലും നിങ്ങൾ പിന്നെ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചെയ്വ ശുഭാക്കേച്ച വിദ്വാൻ പണ്ഡിത സമദർശന. അതായത് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു, അവർ ഒരു വിദ്യാവിനയ സമ്പന്നനായ, അത് പ്രത്യേകം അതും ശ്രദ്ധിക്കണം, വിദ്യാവിനയ സമ്പന്നനായ ഒരു ബ്രാഹ്മണനിലാകട്ടെ, ഒരു പട്ടിയത്തിൽ നിന്ന് ഒരു ആളിലാകട്ടെ, പട്ടിയിലാകട്ടെ, അവർ കാണുന്നു ഒരു ഏകത്വം ദർശിക്കും. ഏത് ഏകത്വമാണ്? ഈ രൂപവൈവിധ്യങ്ങൾക്ക് അപ്പുറമുള്ള ആ ഏക ചൈതന്യത്തെയാണ് അവർ കാണുന്നത്. അവരാണ് പണ്ഡിതർ. അങ്ങനെ ഉദ്ഘോഷിക്കുന്ന ഒരു ഗ്രന്ഥം ഈ ജാതി വിവേചനത്തെയും വർണ്ണവിവേചനത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആരോപണം മൂഢത്വമാണെന്നേ പറയാൻ പറ്റുള്ളൂ. വർണ്ണം ജാതിയാണെന്ന് എങ്ങും പറയുന്നില്ല, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ എന്നെ കേട്ട എൻ്റെ സുഹൃത്തുക്കൾക്ക്